3 ആൺമക്കളുണ്ടെന്ന് കരുതുക. ഈ 3 ആൺമക്കൾക്കും 3 ഭാര്യമാരുണ്ടെന്ന് കരുതുക. എന്റെ ഉമ്മ ഒരിക്കലും നമ്മളവരെ വേർതിരിച്ച് കാണരുത്. മൂത്ത മകനിക്ക് ഒരുപാട് സമ്പത്ത് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവന്റെ മകൾ എത്രയോ നല്ല മകളാണ്. കാരണം എന്തെങ്കിലും എപ്പോഴും മേടിച്ചു കൊടുക്കാൻ ആ പ്രിയപ്പെട്ട മകളെ കൊണ്ട് കഴിയും. എന്നാൽ സങ്കടത്തിലും ദുഃഖത്തിലുമായി കഴിഞ്ഞുകൂടുന്ന എത്രയോ പ്രിയപ്പെട്ട ആൺമക്കളുണ്ട്. അവര് കൂലിപ്പണി ചെയ്യുന്നവരായേക്കാം, അടുത്തുള്ള ഷോപ്പിൽ പോയി കച്ചവടം ചെയ്യുന്നവരായേക്കാം. അന്ന് കിട്ടുന്നത് തുച്ഛമായ രൂപയാ. ആ കിട്ടുന്ന തുച്ഛമായ രൂപയും കൊണ്ട് കടന്നു വരുമ്പോ അല്ലാഹുവേ അതിനെ കുറ്റപ്പെടുത്തുന്നവരാണ്, അതിനെ കളിയാക്കുന്നവരാ. എനിക്കെന്തിനാടാ നിന്റെ പൈസ, എന്റെ മൂത്ത മോൻ കൊണ്ടുവരുന്നുണ്ടല്ലോ, അതല്ലെങ്കിൽ സമ്പത്ത് കൊടുത്ത ഏതു മകനാണോ എന്റെ മകൻ അവിടെ നിന്ന് കൊണ്ടുവരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എത്രയോ പ്രിയപ്പെട്ട ഉമ്മമാര് വീട്ടിന്റെ ഉള്ളിലുള്ള മരുമക്കളെ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട്, വല്ലാതെ ചീത്ത വിളിക്കുന്നുണ്ട്, വല്ലാതെ ആക്ഷേപിക്കുന്നുണ്ട്. എന്നാൽ പ്രിയമുള്ള പെങ്ങളെ, എന്റെ ഉമ്മ, നാളെ അള്ളാഹുവിന്റെ മുമ്പില് നിങ്ങൾ കയ്യും കെട്ടി നിന്നുകൊണ്ട് സമാധാനം പറയേണ്ടി വരും. ഒരു ഉമ്മാടെ 3 മക്കൾ, ആ പ്രിയപ്പെട്ട പൊന്നുമക്കള്, ആ പ്രിയപ്പെട്ട പുന്നാര മക്കള്, 3 ആമക്കൾ ഉണ്ടെങ്കിൽ 3 പേരുടെ കല്യാണം കഴിഞ്ഞു അല്ലേ? ഒരു മകളെ വീട്ടിൽ എപ്പോഴും പോവും, ഒരു മകന്റെ വീട്ടിൽ എപ്പോഴും പോവും, ബാക്കിയുള്ള 2 പേരെ വീട്ടിൽ പോകൂല. എന്നാൽ ഇങ്ങനത്തെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പരാജയമാ. അബൂ ഹുഫൈറ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അല്ലാ ഉമ്മ എപ്പോഴും അബൂ ഹുറൈഫയുടെ വീട്ടിൽ വരും. അബൂ ഹുറൈറയല്ല, അബൂ ഹുറൈഫയുടെ വീട്ടിൽ എപ്പോഴും ഉമ്മ കടന്നു വരും. ഉമ്മ കടന്നു വന്നപ്പോ ഒരു വേള വീട്ടിന്റെ മുമ്പില് ആരോ കരയുകയാണ്. ആരാണ് കരയുന്നത് എന്ന് പറഞ്ഞു നോക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട സഹോദരനാ. ചെന്നുകൊണ്ട് അബൂ ഹുറൈഫ ചോദിച്ചു, അല്ല മോനെ, എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്? ഉടൻ തന്നെ പറഞ്ഞു, ഇക്കാ നിങ്ങളോട് എനിക്ക് മഹബത്താണ്, നിങ്ങളോട് എനിക്ക് വലിയ ഇഷ്ടമാണ്, നിങ്ങളോട് എനിക്ക് വലിയ സ്നേഹമാണ്. എന്റെ മനസ്സിന്റെ ഏറ്റവും വലിയ വേദന എന്താ? അള്ളാഹു എനിക്ക് സമ്പത്ത് തന്നിട്ടില്ല, പക്ഷേ അന്തസ്സുണ്ട്, അഭിമാനമുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഇവിടെ എത്ര തവണ ഈ മാസം വന്നു, അല്ലാഹുവേ ഭൂരിഭാഗവും എന്റെ വീട്ടിലാണ് എന്റെ ഉമ്മ വന്നത് എന്നവിടെന്ന് മകൻ പറയുമ്പോ രണ്ടാമത്തെ മകൻ അവിടെന്ന് കരഞ്ഞിട്ട് പറയാ, ഇക്കാ നിങ്ങളെ കണക്കുള്ള സമ്പത്ത് എനിക്കില്ല, ഒരുപാട് സൗഭാഗ്യങ്ങളില്ല, ഒട്ടകക്കൂട്ടങ്ങളില്ല, ഈന്തപ്പന തോട്ടങ്ങളില്ല, അതുകൊണ്ട് എനിക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടാ. ഇക്കാ നിങ്ങൾക്കുള്ളതുപോലെ 6 മക്കൾ അല്ലാഹു എനിക്കും തന്നിട്ടുണ്ട്. അവരെപ്പോഴും ഉപ്പാന്റെ ഉമ്മയെ കാണാൻ കൊതിക്കുന്നവരാ. പക്ഷേ സമ്പാദ്യമൊന്നുമില്ലാത്ത എന്റെ വീട്ടില് എന്റെ ഉമ്മ വരുന്നില്ലല്ലോ. എന്റെ പെണ്ണിന് എന്നും സങ്കടമാണ്, എന്റെ പെണ്ണിനെന്നും സങ്കടമാ. എന്തേ കാരണമെന്നറിയോ? അല്ലാഹുവേ, എന്തേ എന്റെ ഉമ്മ എന്റെ അരികത്ത് വരാത്തത്? എന്റെ ഭർത്താവിന്റെ ഉമ്മ എന്റെ അരികത്ത് വരൂല്ല. അത് മാത്രവുമല്ല ജ്യേഷ്ഠ, നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോ നിങ്ങളുടെ ഭാര്യയോട് നമ്മുടെ ഉമ്മ സംസാരിക്കാറുണ്ട്, കഥ പറയാറുണ്ട്, ചിരിക്കാറുണ്ട്, സുഖമന്വേഷിക്കാറുണ്ട്. എന്നാ നമ്മുടെ എന്റെ പ്രിയപ്പെട്ടവള് പാപപ്പെട്ടൊരു വീട്ടിൽ നിന്ന് വന്നവളാണ്, സമ്പാദ്യമില്ലാത്തവളാണ്. അതുകൊണ്ട് അവളോടുമിണ്ടാ എന്റെ ഉമ്മാക്ക് താല്പര്യമില്ലല്ലോ. അതുകൊണ്ട് സങ്കടത്തിലാണ്. അന്ന് രാത്രി ഉമ്മ കിടക്കാൻ നേരം അബൂ ഹുറൈഫ അതാ ഉമ്മാന്റെ അരികത്ത് പോയിരുന്നു. ആ ഉമ്മാന്റെ കവിൽ തടത്തില് തുരുതുരാ മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, ഉമ്മാ നിങ്ങൾക്ക് എത്ര മക്കളുണ്ടുമ്മാ? അബൂ ഹുറൈഫ അവിടെ നിന്ന് പറഞ്ഞു അബൂ ഹുറൈഫയുടെ മറുപടിക്ക് പറഞ്ഞു പോയി, അല്ലാഹു എനിക്ക് മക്കളെ തന്നിട്ടുണ്ട്. എന്റെ അനുജന്റെ അടുക്കൽ എന്തേ പോകാത്തത്? അവന്റെ പെണ്ണ് പാപമല്ലേ ഉമ്മാ, നിങ്ങളൊന്ന് പോകണ്ടേ ഉമ്മാ? അപ്പൊ ഉമ്മ പറഞ്ഞൊരു മറുപടിയുണ്ട്, മോനെ, ഇന്നത്തെ ചില ഉമ്മമാര് പറയുന്നത് പോലെ അവിടെ നിന്ന് പറഞ്ഞു, മിണ്ടി പോകരുത്, മിണ്ടരുത്.
ചില ഉമ്മമാരങ്ങനെ അവളെ കാര്യം എന്റെ അടുത്ത് പറയണ്ട, അവളെ ആള് ശരിയല്ല. എന്തേ കാരണം? അതൊരു പാവായുണ്ട്. അവള് ശരിയല്ലാതാവുന്നപ്പോഴാ അവളൊരു പാവായപ്പോ അല്ലേ? അവളൊരു പാപമായത് കൊണ്ടാണ് സുബ്ഹാനല്ലാഹ് വേദനയുടെ സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ വിഷമത്തിന്റെ വഴിയിലൂടെ ആ ഉമ്മായോട് മകൻ പറഞ്ഞു, അബൂ ഹുറൈഫ എന്ന് പറയുന്ന മൂത്ത മകൻ പറഞ്ഞു, ഉമ്മാ അവനിക്കും മക്കളുണ്ട്, അവന്റെ മക്കൾ എന്റെ ഉമ്മാന്റെ പേരക്കുട്ടികളല്ലേ. എന്റെ പുന്നാര മക്കളുടെ മുമ്പിലേക്ക് എന്റെ ഉമ്മ വരുന്നത് പോലെ, എന്റെ ഉമ്മ വർത്തമാനം പറയുന്നത് പോലെ, എന്റെ ഉമ്മ തമാശ പറയുന്നത് പോലെ അവന്റെ മക്കൾക്കോ അവന്റെ മക്കളുടെ അരികത്ത് പോയിട്ട് എന്റെ ഉമ്മ വർത്തമാനം പറയണം, അവരോട് സംസാരിക്കണം, അവരോട് നല്ലതുപോലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കടന്നു വരണം. അങ്ങനെ വന്നാ അൽഹംദുലില്ലാഹ് അവന്റെ മനസ്സ് തണുക്കൂലേ? പടച്ചറബേ, പുന്നാര മകന്റെ വാക്ക് കേട്ടിട്ട് അന്ന് രാത്രിയിലെ പതിവില്ലാതെ വീട്ടിന്റെ വാതിലിൽ ആരോ മുട്ടുകയാണ്. വാതിൽ പടിയിൽ മുട്ടും വെച്ചെന്നുകൊണ്ട് കതക തുറക്കുന്ന മരുമകളാ. ഉമ്മ വന്നോ, ഉമ്മ വന്നോ എന്ന് പറഞ്ഞിട്ട് ഭർത്താവിന്റെ ഉമ്മാന്റെ കരങ്ങളെ പിടിച്ചിട്ട് നല്ല മനസ്സോടെ വീട്ടിന്റെ ഉള്ളിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത് വെള്ളം കൊടുക്കുകയാണ്. അന്ന് രാത്രി ആ ഉമ്മാക്കൊരു രോഗമുണ്ടായി, രോഗം മൂർജിക്കുകയാ. ഇന്നലെ വരെ കടന്നുപോയ മരുമോളില്ല, ഇന്നലെ വരെ സമ്പത്തിന്റെ നെറുകയിലുണ്ടായിരുന്ന മരുമകള് അവിടന്ന് വരൂല്ല. ഉമ്മായ നോക്കുന്നത് പാപങ്ങളിൽ പാപങ്ങളായ അന്നന്ന് ഇറങ്ങിപ്പോയാ കിട്ടുന്നത് കൊണ്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന, അന്നന്നിറങ്ങിപ്പോയാ കൊണ്ടുവന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന വീട്ടിലെ മകൻ അവിടുന്ന് ഉമ്മാനെ പൊന്നുപോലെ നോക്കുകയാണ്. ഉമ്മ അല്ലാഹുവേ, മരുമകളും നല്ലതുപോലെ ഉമ്മയെ നോക്കുകയാ, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, കുളിപ്പിക്കുന്നുണ്ട്. അന്നൊരു ദിവസം രാത്രി മരുമകൾ അരിയിലേക്ക് വിളിച്ചിട്ട് പറയാ, എന്തിനാ മോളെ സമ്പത്ത്, എന്തിനാ മോളെ സമ്പത്ത്? ഒരുപാട് സമ്പത്ത് കൊണ്ടൊന്നും നമ്മൾ എവിടേക്കും പോകില്ല. ഞാൻ ഇങ്ങനെ രോഗിയായി കിടക്കുമ്പോൾ, ഞാനിങ്ങനെ സങ്കടത്തിൽ കിടക്കുമ്പോ എനിക്ക് സമാധാനമായി വന്നത് പൊന്നാര മോളെ നീയാ. അല്ലാഹു നിനക്ക് സ്വർഗം തരട്ടെ. അണ്ടങ്ങള് ഉമ്മമാരെ ഞാൻ കുറ്റപ്പെടുത്തല്ല. ചിലപ്പോ ഒരുപാട് സങ്കടത്തിന്റെ വഴിയിലൂടെ ഇങ്ങനെ കടന്നു പോകും. ജീവിതത്തില് നമുക്ക് സമാധാനം തരുന്നത് നമുക്ക് വെറുപ്പായി തോന്നിയ നമ്മുടെ പ്രിയപ്പെട്ട ഒന്നുമില്ലാത്ത ഏതെങ്കിലും പാവപ്പെട്ട വീട്ടിലെ മരുമകളായിരിക്കും. ഒരാളെയും വേർതിരിച്ച് കാണരുത്. 3 മക്കളുണ്ടെങ്കിൽ 3 മക്കളെയും ഒരുപോലെ കാണണം. അത് മാത്രവുമല്ല, ആ പ്രിയപ്പെട്ട മക്കളുടെ മക്കളെയും, മൂത്ത മകന്റെ മക്കളോട് നല്ല സ്നേഹം പറ്റൂല, ഇളയ മകന്റെ കുട്ടികളോട് അത്ര സ്നേഹമില്ല. അത് രണ്ടാമത് പോന്നല്ലേ, പോരാ. എല്ലാവരോടും അവിടെ നിന്ന് ഉമ്മ നിങ്ങൾ നീതി കാണിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ 100% ഉറപ്പാണ് പരാജയമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ 100% ഉറപ്പാണ് പരാജയമാണ്. പരാജയത്തിന്റെ പടുകുഴിയിലൂടെ കടന്നു പോകേണ്ടുന്ന ഒരവസ്ഥ വന്നു പോകുമെന്ന. അതുകൊണ്ട് ഉമ്മമാരോട്, പ്രിയപ്പെട്ട ഉമ്മമാരോട്, പെങ്ങന്മാരോട് പറയാ, മക്കളെ വേർതിരിക്കരുത്, മരുമക്കളെ വേർതിരിച്ച് കാണരുത്. ഒരാളുടെ വീട്ടിൽ എപ്പോഴും പോവും, മറ്റാളെ വീട്ടിൽ പോവില്ല. ഒരാളുടെ വീട്ടിൽ എപ്പോഴും സ്നേഹത്തോടെ പോവും. ആ മക്കൾക്ക് മിഠായി ഓടിച്ചു കൊടുക്കും, സന്തോഷം കൊടുക്കും, എല്ലാം ചെയ്യും. പക്ഷേ പാവപ്പെട്ടവനായ തന്റെ മകന്റെ വീട്ടിൽ പോകാനൊരു മടി. കാരണം അവിടെ ഒന്നുമില്ലല്ലോ. ആ ഒരവസ്ഥയിലൂടെ കടന്നു പോയാ പറ്റൂല, പറ്റൂല. സഹോദരങ്ങളെ, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരവസ്ഥ നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഇന്നത്തെ ദിവസം എന്റെ ഉമ്മ നിങ്ങളത് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വല്ലാഹി നാളെ പടച്ചവന്റെ മഹ്ശറയിൽ ഒരു സ്റ്റെപ്പ് പോലും നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ പറ്റൂല. അല്ലാഹു പിടിച്ചു നിർത്തുന്നതാണ്.